നിങ്ങൾ അൽഫോൺസ് ലിഗോരി പുണ്യവാളൻ സ്ഥാപിച്ച വളരെ വിഖ്യാതമായിട്ടുള്ള റെഡംപ്റ്ററി സന്യാസ സമൂഹത്തിലെ ഡീക്കന്മാരാകാണ്. ഡീക്കൻ പട്ടം തിരുപ്പട്ടത്തിൻ്റെ കൊടിയേറ്റമാണ്. ഇന്ന് തുടങ്ങി നിങ്ങൾ പട്ടത്തിനുള്ള തീവ്രമായിട്ടുള്ള ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ തുടങ്ങുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ അത് ചെയ്യണം. പട്ടം വാങ്ങിക്കാൻ പോകുന്ന ഡീക്കന്മാരോടും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, പൗരോഹിത്യം കർത്താവ് ചോദിച്ചൊരു ചോദ്യത്തിന് അന്ത്രയോസും ഫിലിപ്പോസും കൂടെ കർത്താവിനോട് പറഞ്ഞ മറുപടിയാണ്. കർത്താവ് പ്രസംഗിച്ച് ദീർഘമായിട്ട് സംസാരിച്ച് സായാഹ്നമെടുത്തപ്പോൾ പത്രോസ്, എനിക്ക് തോന്നുന്നത് സ്വല്പം തൃശ്ശൂർ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്, കർത്താവിനോട് പറഞ്ഞു, ദേ സൂര്യൻ അസ്തമിക്കാണ്, പുരുഷന്മാർ തന്നെ 5000 പേരുണ്ട്, അതിൻ്റെ അർത്ഥം പെണ്ണുങ്ങളെ ഇരട്ടിയാണ്, കുട്ടികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്, നീ കുഴപ്പമുണ്ടാക്കരുത്, ഇവരെ പിരിച്ചു വിട്ടേക്കണം. കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ അവരെ പിരിച്ചു വിടുകയില്ല, നാം ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അന്ത്രയോസ് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ആഗ്രഹമൊക്കെ നല്ലതാണ്, ഞങ്ങളിവിടെ തപ്പി നോക്കിയിട്ട് ആകെ കൂടെ ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉള്ളൂ, ബാക്കിയൊക്കെ പൂത്തി വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടിക്ക് കളങ്കമില്ലാത്തത് കൊണ്ട് ചേട്ടന്മാർ ഒന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ബാത്റൂമിൽ പോയിരിക്കുക, അമ്മ പറഞ്ഞ വിശക്കുമ്പോൾ തിന്നാനായിട്ട് തന്നിട്ട് പോയിട്ടുള്ളതാണ്, ഇപ്പം എന്നേക്കാൾ ആവശ്യം ഗുരുവനാണെങ്കിൽ നമ്മൾ പിടിച്ചു. ആ 5 അപ്പവും 2 മീനും കർത്താവ് എടുത്ത് ഉയർത്തി വാഴ്ത്തി മുറിച്ചു, എന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാൻ. എല്ലാവരും തിന്ന് തൃപ്തരായിട്ട് ഇനി ആർക്കും വേണ്ട എന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം ശേഖരിക്കുവിൻ. അത് 12 നിറവിൻ്റെ കൊട്ടകളായിരുന്നു. ഈ നിറവിൻ്റെ കൊട്ടകൾ സഭയിൽ തുടരുകയാണ് പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഉത്തരവാദിത്വം. നിറവിൻ്റെ കൊട്ടകൾ. ഞാൻ കൊടുത്തിട്ടും ഞാൻ കൊടുക്കേണ്ടിടത്തോളം കൊടുത്തിട്ടില്ല എന്നാണോ ഒരു വൈദികൻ, എന്നാണോ ഒരു സന്യസ്തൻ ചിന്തിക്കുന്നത്, അന്നാണ് അവൻ്റെ വിളി പൂർണ്ണമാകുന്നത്. ഞാൻ കൊടുത്തത് കൊടുക്കേടത്തോളം ആയില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ, എൻ്റെ മനസ്സ് ഇനിയും കൊടുക്കണമല്ലോ എന്ന് മന്ത്രിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു നീറ്റലിൻ്റെ പേരാണ് സന്യാസം, പൗരോഹിത്യം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പൗരോഹിത്യത്തിൻ്റെ പടവുകളിലേക്ക് ചവിട്ടിക്കയറുമ്പോൾ, സന്യസ്ത വിളിയിലെ പൗരോഹിത്യം നിങ്ങൾക്ക് നൽകുമ്പോൾ, your vocation is a double-edged sword. സന്യാസവും പൗരോഹിത്യവും കൂടിച്ചേർന്നത്, അതിൻ്റെ തീവ്രമായ തീക്ഷ്ണതയും ആത്മസമർപ്പണവും നിങ്ങൾക്കുണ്ടാകണം.
ഈ റെഡംപ്റ്റിസ്റ്റ് സന്യാസ സമൂഹത്തിലെ നിങ്ങൾ രണ്ടുപേരും ഉത്തരവാദിത്വത്തോടുകൂടെ സന്യാസവ്രതങ്ങൾക്ക് ശേഷം ഡയക്കനേറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, എന്തുകൊണ്ടാണ് പട്ടം കൊടുക്കുന്നതിന് മുമ്പ്, പ്രെസ്ബിറ്ററൽ ഓർഡിനേഷന് മുമ്പ് ഡയക്കനേറ്റ് കൊടുക്കുന്ന എന്നൊരു ചോദ്യത്തിന് മറുപടി കണ്ടെത്തണം. സഭയുടെ ദൗത്യത്തിലെ പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഡീക്കൻ. ഡീക്കൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ഉത്ഭവം തന്നെ, അതിൻ്റെ ഉറവിടം തന്നെ കൊടുക്കുക, ആരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാതെ തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് 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 അതിലെ മനസ്സിൽ തോന്നുന്ന ഒരു സംതൃപ്തിയുണ്ട്. 5 അപ്പം കൊടുത്ത കുഞ്ഞ് 12 നിറവിൻ്റെ കൊട്ട കണ്ടപ്പോൾ മനസ്സിൽ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. എല്ലാവരും തിന്ന് തീർത്ത് ഇനി ആർക്കും വേണ്ടാതെ വന്നപ്പോൾ അവൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ ബാക്കി വന്നത്. അതാണ് പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും മനസ്സിൻ്റെ സുഖവും സംതൃപ്തിയും. ഞാൻ പറയും, പൗരോഹിത്യത്തിലെ ഏറ്റവും പിടിക്കപ്പെട്ട പാപം സെലിബസി ഒന്നുമല്ല. കൊടുക്കേണ്ടത് കൊടുക്കാൻ സന്മനസ് കാണിക്കാത്ത മനുഷ്യൻ്റെ പിശുക്കാണ് സമർപ്പിത ജീവിതത്തിൻ്റെയും പൗരോഹിത്യ ജീവിതത്തിൻ്റെയും. ഒരു പുരോഹിതൻ എപ്പോഴാണ് മരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഞാൻ പലപ്പോഴും ആത്മശോധന ചെയ്തിട്ടുണ്ട്. എനിക്ക് സമയമില്ല എന്നൊരു വൈദികൻ എപ്പോഴാണോ ജനത്തോട് പറയുന്നത്, അപ്പോഴാണ് പൗരോഹിത്യം മരിക്കുന്നത്. പിന്നെ ആ പൗരോഹിത്യം ജീവിക്കില്ല. എനിക്ക് നേരമില്ല, എനിക്ക് സമയമില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്, പിന്നെ വാ. അതുകൊണ്ട് പൗരോഹിത്യത്തിന് മുമ്പ് ഡീക്കനാക്കുന്നത്, പൗരോഹിത്യം ഒരിക്കലും മറക്കാതെ സൂക്ഷിക്കേണ്ട ഹൃദയത്തിലെ തിരുശേഷിപ്പാണ്. ഒരു ഡീക്കൻ്റെ കൊടുക്കാനുള്ള ഔദാര്യവും, കൊടുത്തു തീർത്തിട്ടും വേണ്ടത്ര കൊടുത്തില്ല എന്നുള്ള മനസ്സിൻ്റെ നൊമ്പരവും. ദൈവം നിങ്ങൾക്ക് ഈ കൃപ നൽകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഡീക്കന്മാരെ ചെയ്ത ശുശ്രൂഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അൾത്താരകളിലെ അവർ നടത്തിയ സാന്നിധ്യത്തിൻ്റെ സൗഹൃദമാണ്. അവിടെ പ്രധാനപ്പെട്ട ദൗത്യം അതായിരുന്നു. അപ്പം മുറിക്കൽ ശുശ്രൂഷ, അതാണ് ഇന്നത്തെ കുർബാന. അതിലെ അവരെ കാണിച്ചൊരു കൂട്ടുപങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് ഡീക്കന്മാരാകുന്ന നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കുറെ കഴിയുമ്പോൾ ചാർജ് തീരും. അത് വീണ്ടും പവർ പോയിന്റിൽ കുത്തിയില്ലെങ്കിൽ അത് ചത്തുപോകും. അൾത്താരയോടും വിശുദ്ധ ഗ്രന്ഥത്തോടും സഭയുടെ പ്രാർത്ഥനാക്രമങ്ങളോടുമുള്ള ഫ്ലഗിംഗ് ആണ് നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ഊർജ സ്രോതസ്. അത് മറന്നാൽ പൗരോഹിത്യം അടയാഭരണങ്ങളുണ്ടാകും, പക്ഷെ അത് ഹൃദയത്തിൻ്റെ സ്പന്ദനമോ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടോ ആകില്ല. ഡീക്കന്മാരെ സഭ ഏൽപ്പിക്കുന്നത് അൾത്താരയിലെ ശുശ്രൂഷകൾ മാത്രമല്ല, അവർ വചനം മുറിക്കുന്നവരും വചനം ജനങ്ങൾക്ക് പങ്കിട്ട് പഠിപ്പിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തോട് മല്ലടിക്കണം.
വിശുദ്ധ ഗ്രന്ഥം വായിച്ച് മല്ലടിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കണ്ടു. 10 പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥ ഉൽപ്പത്തിയുടെ പുസ്തകം തുടങ്ങി വെളിപാട് വരെ കുത്തിയിരുന്ന് എഴുതിയ ഒരമ്മച്ചി. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എന്താ അമ്മച്ചി ഇനി എഴുതണേ? എനിക്ക് എഴുതി തീർന്നിട്ടില്ല. ഒരുപക്ഷെ ഡീക്കന്മാര് വചനപ്രഘോഷണ രംഗത്തും വചന പഠന രംഗത്തും കാണിക്കേണ്ട വലിയൊരു ഔത്സുക്യമുണ്ട്. നിങ്ങൾ ഇന്ന് തുടങ്ങി വായിക്കാൻ തുടങ്ങണം. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരിക്കലും നിങ്ങൾ വായിക്കാതിരുന്നിട്ടില്ല. വചനം നിന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ വെളിച്ചവുമാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ നമ്മൾ നടത്തുന്ന മുറിക്കപ്പെടല് പൂർണ്ണമാകുന്നത് പാവങ്ങളുടെ ഇടയിൽ മുറിക്കപ്പെടാനായിട്ട് വിട്ടുകൊടുക്കുമ്പോഴാണ്. അപ്പം മുറിക്കുന്നവനല്ല അച്ഛൻ, ജീവിതം മുറിക്കുന്നവനാണ്. ജീവിതം മുറിക്കുന്നവനാണ് അച്ഛൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരച്ഛൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപം എനിക്ക് സമയമില്ല എന്ന് ആരോടെങ്കിലും പറയുന്നതാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ സന്നദ്ധരാകണം. ഇന്നത്തെ വായനകൾ നമുക്കെല്ലാം പരിചയമുള്ളതാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് ആദ്യം വായിച്ചത് 8-ാമത്തെ അധ്യായം 20 തുടങ്ങി 26 വരെയുള്ള വചനങ്ങൾ. മോശെ ലേവ്യയെ വിളിച്ച് പറയുകയാണ്, നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ നിന്റെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ യോഗ്യരായവരെ കണ്ടുപിടിക്കണം. ഈ യോഗ്യരായവരെ കണ്ടുപിടിച്ചപ്പോൾ സംഖ്യയുടെ പുസ്തകം പറയുകയാണ് 3 കാര്യങ്ങൾ ചെയ്തു. അവരെ കഴുകി വൃത്തിയാക്കി, അവരെ പുതിയ വസ്ത്രങ്ങൾ അണിയിച്ചു, അവരെ കർത്താവിൻ്റെ ബലിപീഠത്തിലെ കൈവെപ്പിലൂടെ കർത്താവിനെ പ്രതിഷ്ഠിച്ചു. കഴുകി വൃത്തിയാക്കപ്പെട്ട മനസ്സോട് ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും കൂടെ. ഇത്രയും മനോഹരം. നമ്മുടെ കുർബാന അത് ആവർത്തിക്കുന്നുണ്ട്. അൾത്താരയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന അതാണ്, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടുപ്പാപ്പെട്ട ആത്മാവോടും കൂടെ. ഇന്നത്തെ 2-ാമത്തെ വായന ഏശയ്യായുടെ പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായം 1 തുടങ്ങി 8 വരെയുള്ള വചനങ്ങളാണ്. ദൈവം ഏശയ്യായ്ക്ക് തൻ്റെ ദൗത്യത്തിൻ്റെ പ്രതീകമായിട്ട് കാണിച്ചു കൊടുത്തത് ദൈവസിംഹാസനത്തിൻ്റെ മുൻപിൽ പരിശുദ്ധൻ 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 എന്ന് പാടുന്ന മാലാഖമാരെയാണ്. ദൈവത്തിൻ്റെ തിരുസിംഹാസനത്തിൻ്റെ മുൻപിൽ പരിശുദ്ധൻ 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 എന്ന് പാടുന്ന മാലാഖമാരെ. അത് കണ്ട ഏശയ്യ പറയുന്ന വചനം അതാണ് ദൈവവിളി. നാഥ, എന്നെ അവരെ പോലെ അയച്ചാലും. നാഥ, എന്നെ അവരെ പോലെ അയച്ചാലും. നടപടിയുടെ പുസ്തകത്തിൽ നിന്ന് നമ്മളിന്ന് വായിച്ചു കേട്ടു. ആദ്യമായിട്ട് പട്ടം കൊടുത്ത കൈവപ്പ് കിട്ടിയ 7 ഡീക്കന്മാരെ, ആ 7 ഡീക്കന്മാരുടെയും പേരെന്ന് നമ്മൾ വായിച്ചു കേട്ടു. ഞാനൊരു കാര്യം പറയും, ആ 7 പേരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ ഇന്ന് കൂട്ടി ചേർക്കപ്പെടുകയാണ്. അവരെ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ അപ്പം വിതരണവും ഈ ജനങ്ങളുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബഹളം വയ്ക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി നമുക്ക് 7 ഡീക്കന്മാരെ നമുക്ക് അഭിഷേകിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14 തുടങ്ങി 20 വരെയുള്ള വചനങ്ങൾ കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്നതാണ്. വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, ആ അർത്ഥമുള്ളൊരു വചനമാണ്. വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ
കർത്താവ് പറഞ്ഞു, വരിക, വല കഴുകുക. ജീവിതം കഴുകാനുള്ള സന്മനസ്സാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ കഴുകാനുള്ള അവകാശം നമുക്ക് നൽകുന്നത്. വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് വിളിച്ചു. രണ്ട് കാര്യത്തിനാണ്: തൻ്റെ കൂടെ ആയിരിക്കാനും തൻ്റെ ജോലി നിർവഹിക്കാനും. സ്നേഹമുള്ള എൻ്റെ ഡീക്കന്മാരോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ പൗരോഹിത്യത്തിലേക്കുള്ള ചുവടുവെപ്പിലെ ശ്രദ്ധയോടും വിശുദ്ധിയോടും വിവേകത്തോടും കൂടെ നിങ്ങളെ തന്നെ സജ്ജമാക്കാൻ ഈ കൈവെപ്പ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ, ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്താൻ ഞാൻ പ്രാർത്ഥിക്കുന്നു.